കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും മുക്കാട്ടുകര ബൂത്തിൽ വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ച് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അന്യായം ഫയലിൽ സ്വീകരിച്ച കോടതി ഈ മാസം 23-ന് റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി ടി.എൻ. പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വ്യാജ സത്യപ്രസ്താവന ബോധിപ്പിച്ചാണ് തൃശൂർ മണ്ഡലത്തിലെ 115-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത്. ഒരേ വിലാസത്തിൽ ഭാര്യയും മക്കളും ഉൾപ്പെടെ 11 പേരുടെ വോട്ടുകളാണ് ഇപ്രകാരം ചേർത്തത്. ഇത് സംബന്ധിച്ച് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു മറുപടിയും നൽകിയില്ല. വിവരാവകാശപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ അപേക്ഷ നൽകിയെങ്കിലും നിരസിച്ചു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ഈ നിമിഷം വരെ തന്നെ പോലീസ് അറിയിച്ചിട്ടില്ലെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന തൃശൂർ എ.സി.പിയെ ഇപ്പോൾ സ്ഥലം മാറ്റിയതിൽ ഗൂഢാലോചന ഉണ്ടെന്നും CPM BJP ഡീലിന്റെ ഭാഗമായാണ് ACP സലീഷൻ ശങ്കറിനെ സ്ഥലം മാറ്റിയതെന്നും പ്രതാപൻ ആരോപിച്ചു. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ പരാതിയിൽ നാളിതുവരെയായും പോലീസ് യാതൊരു തരത്തിലുമുള്ള ഔദ്യോഗികമായ മറുപടിയും നൽകിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3-ാം നമ്പർ കോടതിയിൽ നേരിട്ട് ഹാജരായി മജിസ്ട്രേറ്റ് സ്വകാര്യ അന്യായം ഇന്ന് ഫയൽ ചെയ്തിരിക്കുകയാണ്. കോടതി ഫയൽ സ്വീകരിച്ചു. 23-ാം തീയതി പോലീസിനോട് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ACPയെ മാറ്റിയതിൻ്റെ പുറകിൽ CPM BJP ഡീലിൻ്റെ ഭാഗമാണ്. സുരേഷ് ഗോപിയുടെ കീഴിൽ ഒരു കേസെടുത്ത ആളാണ് ACP. അതേപോലെ ഈ കേസും എടുക്കാൻ എല്ലാ വകുപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഒരുപക്ഷെ ആ സമ്മർദ്ദം അദ്ദേഹം വഴങ്ങാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ നാർക്കോട്ടിക് സെല്ലിലേക്ക് മാറ്റിയത്. തൃശൂർ പൂരത്തിന് സുരേഷ് ഗോപി ആംബുലൻസിൽ യാത്ര ചെയ്തെന്ന പരാതിയിൽ കേസെടുത്തയാളാണ് സ്ഥലം മാറ്റിയ ACP. അനധികൃതമായി വോട്ട് ചേർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി ACP അന്വേഷിച്ചാൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുമെന്ന ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും അവസാന നിമിഷം വരെ നിയമപോരാട്ടം തുടരുമെന്നും പ്രതാപൻ പറഞ്ഞു. ഈ നിമിഷം വരെ പരാതിക്കാരനായ എൻ്റെ അടുത്ത് ഞാൻ 2 തവണ നിയമോപദേശം തേടിയെന്നും ഈ കേസ് അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് മറുപടികളുണ്ട്. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് കോടതി പോകേണ്ട കാര്യമല്ലോ. വാർത്താസമ്മേളനത്തിൽ AICC അംഗം അനിൽ അക്കര, കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് MR മൗനിഷ് എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.